ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു 5.1 അസംബിൾഡ് ആമ്പാണ്. സോണിയുടെ ക്യാബിനൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു 5.1 ബോർഡൊക്കെ വരുന്നിട്ടുള്ള ഒരു ആമ്പാണ്. 50 വാട്ടിൻ്റെ സബ് ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സൈഡ് ചാനൽ 10 വാട്ട്. ഇതിൻ്റെ ക്യാബിൻ്റെ അകത്ത് ഫാൻ വെക്കാനുള്ള വെൻ്റൊക്കെ വരുന്നുണ്ട്. 1-2 ദിവസം മുമ്പ് ഇത് നോർമലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സബിൽ നിന്നൊരു നോയ്സ് വന്നു. പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ സൈഡ് ഗ്രില്ലിൽ കൂടി പുകയൊക്കെ വരുന്നത്. നമുക്കിത് എന്തായാലും ഇതൊന്ന് അഴിച്ചിട്ട് ഇതെന്താ സംഭവിച്ചതെന്ന് നോക്കാം. നമുക്കിതിൻ്റെ വർക്കിന് ശേഷം ഇതിനകത്ത് ഒരു ഫാനും കൂടി ആഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇതിനെന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. 2030 IC ഒരെണ്ണം ബേൺ ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ നിന്ന് പുക വന്നത്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ അകത്തുള്ളത് 5.10-15 നമ്പറുള്ള ഒരു ബോർഡാണ്. നമുക്കെന്തായാലും ഈ 2030 IC ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബേൺ ഔട്ട് ആകുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അറിയാവുന്നവർ കമൻ്റ് ഇടണേ. IC നമ്മൾ റീപ്ലേസ് ചെയ്ത്, പക്ഷേ ഇപ്പോഴും സബ് ഷോർട്ടായിട്ട് തന്നെ കാണിക്കുന്നത്. സബിലെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടായിട്ട് തന്നെ കാണിക്കുന്നത്. പവർ കയറി വരുന്നു. എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു ഐഡിയ വന്നത്. ഇതേതായാലും 50 വാട്ട് ഔട്ട്പുട്ട് വരുന്ന ഒരു ചാനലാണ് ഈ സബിൻ്റെ ലൈൻ വരുന്നത്. ഇത് നമുക്ക് ഇതിലുള്ള ട്രാൻസ്ഫോമറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ മറ്റൊരു ബോർഡ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 FET മോണോ എന്ന് പറയുന്ന ശക്തിയുടെ ഒരു ബോർഡാണ്. ഇത് 100 വാട്ട് ഔട്ട്പുട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇതേതായാലും ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ സബിൻ്റെ ചാനൽ ഏരിയ വരുന്ന പോർഷൻ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. അതിനായിട്ട് ഞാൻ ഈ ജമ്പർ സൊല്യൂഷനാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഈ ശക്തിയുടെ ബോർഡിൻ്റെ സർക്യൂട്ട് വരുന്നത് സബ് ചാനൽ ഇൻപുട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ്. ഇനി നമുക്കിതിലേക്ക് സബിൻ്റെ ഔട്ട് ലൈൻ സോൾഡർ ചെയ്യാം. പിന്നെ പവറിൻ്റെ സെക്ഷൻ വരുന്നത് ഒരു ഗ്രൗണ്ടും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. അത് നമ്മൾ ഈ 10-15 എന്ന് പറയുന്ന ബോർഡിൽ നിന്നാണ് നമ്മൾ ആ നെഗറ്റീവും പോസിറ്റീവും ഗ്രൗണ്ടും ഒക്കെ എടുക്കുന്നത്. സബിൻ്റെ അഡീഷണലായിട്ട് വെച്ചിട്ടുള്ള ബോർഡിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളേതായാലും ഇതിൻ്റെ അകത്തൊരു ഫാനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടില്ല. അല്ലാതെ ഒരു അഡാപ്റ്റർ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഈ ശക്തിയുടെ ബോർഡൊക്കെ അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തല്ലേ. അപ്പോൾ ഇതും കൂടി അതിൻ്റെ ട്രാൻസ്ഫോമറിൽ ലോഡ് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് അഡീഷണലായിട്ടൊരു അഡാപ്റ്റർ ആഡ് ചെയ്തിട്ടാണ് ഈ ഫാൻ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം.
വേണ്ടേ നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നേക്കാൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പം ഡബിളായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.